ഏറ്റവും പ്രിയപ്പെട്ട SSLC വിദ്യാർത്ഥികളെ അറക്കലിന്റെ മനക്കലിലേക്ക് സ്വാഗതം. ഒരു കിടിലൻ ചോദ്യം. വാട്ട് ഈസ് ദ ഫംഗ്ഷൻ ഓഫ് സെറിബെല്ലം, മിഡ് ബ്രെയിൻ, പോൺസ്? സെറിബെല്ലത്തിന്റെയും പോൺസിന്റെയും മിഡ് ബ്രെയിന്റെയും ഫംഗ്ഷൻ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇനിയിപ്പോ ഈ മൂന്ന് സാധനമല്ല, വേറെ ഏതെങ്കിലും ചോദിച്ചു, ഇപ്പൊ ലൈക്ക് സെറിബ്രം ചോദിച്ചോ, തലാമസോ, ഹൈപ്പോതലാമസ് എന്തെങ്കിലുമൊക്കെ ചോദിച്ചു, ഏത് ചോദിച്ചാലും നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? എല്ലാം പഠിക്കണം. ഓക്കെ, അപ്പൊ എല്ലാം പഠിക്കാൻ ഞാൻ ഒരു സിമ്പിൾ സൂത്രവാക്യം ടിപ്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഞാൻ അത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. അതിന്റെ മുമ്പ് ജസ്റ്റ് ഞാൻ എല്ലാത്തിന്റെയും ഫംഗ്ഷൻ ഒരു ഒറ്റ സ്ലൈഡായിട്ട് സെറ്റ് ചെയ്ത് വെച്ചതാണ്. ജസ്റ്റ് വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സ്ക്രീൻഷോട്ട് എടുക്കാം. ഞാൻ ഒരു മൂലയിലേക്ക് മാറിത്തരാം. ഓക്കെ, ഒരു സ്ക്രീൻഷോട്ട് അടിച്ചോളൂ, എന്നിട്ട് സേവ് ചെയ്ത് വെച്ചോളൂ. ഇത് ഇംഗ്ലീഷ് മീഡിയം. ഓക്കെ അല്ലേ? ഇനി ഇതാ, ഇത് മലയാളം മീഡിയം. സെറ്റ്. ഇനി ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് വൺ, സെറിബ്രം. എന്താണ് സെറിബ്രം? സെറിബ്രത്തിന്റെ ഫംഗ്ഷൻസ് എന്തൊക്കെയെന്ന് ചോദിച്ചാൽ, ഒന്നാമത്തേത് പ്രോബ്ലം സോൾവിംഗ് ആണ്. അതായത് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായി, അപ്പോൾ ആ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ആര് സഹായിക്കും? സെറിബ്രം സഹായിക്കും. നിങ്ങളൊരു കുട്ടി തേച്ചു പോയി, അപ്പോൾ അയ്യോ എന്ത് ചെയ്യും, ഒന്നും ചെയ്യാല്ലേ സാർ, ദുആ ചെയ്യുക. അങ്ങനെ നിങ്ങൾക്ക് അല്ലെങ്കിൽ വേണ്ട, അല്ലെങ്കിൽ ഇനി അവളെ ഒഴിവാക്കിയിട്ട് വേറെ ആളെ നോക്കാം. അങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പറഞ്ഞിരുന്നത് ആരാണ്? സെറിബ്രമാണ്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ പ്ലാനിങ്, ആസൂത്രണത്തിന് പ്ലാൻ ചെയ്യാൻ സഹായിക്കുന്നത് ആരാണ്? സെറിബ്രമാണ്. ഇനി ബയോളജിയും കെമിസ്ട്രി ഒരുമിച്ചാണ് പരീക്ഷ വരുന്നത്. അപ്പോൾ ആദ്യം ഏത് പഠിക്കും, എങ്ങനെ പഠിക്കും, എന്തൊക്കെ പഠിക്കണം, ഇത് പ്ലാൻ ചെയ്യാൻ സഹായിക്കുന്നത് ആരാണ്? സെറിബ്രമാണ്. അതുപോലെ തന്നെ വോളണ്ടറി മൂവ്മെന്റ്സ്, ഐച്ഛിക ചലനങ്ങൾ നിയന്ത്രിക്കുന്നു. ഐച്ഛിക ചലനം മീൻസ് നമ്മളെ കൺട്രോൾ ചെയ്യുന്ന കാര്യങ്ങൾ. ഇപ്പൊ ഞാൻ കൈ പൊക്കാൻ വിചാരിച്ചു, കൈ പൊക്കി. കൈ താത്താൻ വിചാരിച്ചു, താത്തി. ഞാൻ ചാടാൻ വിചാരിച്ചു, ഞാൻ ചാടി. ഇതൊക്കെ ഞാൻ വിചാരിച്ച് ചെയ്യുന്ന പരിപാടികളാണ്. അത്തരത്തിൽ ഞാൻ വിചാരിച്ച് ചെയ്യുന്ന ഐച്ഛിക ചലനങ്ങൾ അല്ലെങ്കിൽ വോളണ്ടറി മൂവ്മെന്റ്സ് കൺട്രോൾ ചെയ്യുന്നത് ആരാണ്? സെറിബ്രമാണ്. പിന്നെ മെമ്മറി, ഇന്റലിജൻസ്, തിങ്കിങ്, ഇമാജിനേഷൻ, അതായത് ചിന്ത, ബുദ്ധി, ഭാവന, ഓർമ്മ. ബുദ്ധി, ചിന്ത, ഓർമ്മ, ഭാവന, ആ എല്ലാ സാധനങ്ങളും കൺട്രോൾ ചെയ്യുന്നത് ആരാണ്? നമ്മളെ മുത്തുമണിയായിട്ടുള്ള സെറിബ്രമാണ്. അത് ഇംഗ്ലീഷ് മീഡിയം നിങ്ങൾ ഇങ്ങനെ ആലോചിക്കുക, ടിമി എന്നാലോചിക്കുക. ടിമി, റിമി എന്നൊക്കെ കേട്ടിട്ടില്ലേ? ഇത് ടിമി. ആരാ ടിമി സാർ? ടി എന്താണ്? തിങ്കിങ്, തോട്ട്, ചിന്തിക്കാൻ സഹായിക്കുന്നു. ഐ എന്താണ്? ഇന്റലിജൻസ്, ബുദ്ധിക്കാൻ സഹായിക്കുന്നു. എം എന്താണ്? മെമ്മറി, ഓർമ്മിക്കാൻ സഹായിക്കുന്നു. ഐ എന്താണ്? ഇമാജിനേഷൻ, ഭാവനയ്ക്ക് സഹായിക്കുന്നു. അപ്പൊ നിങ്ങൾ പരീക്ഷയ്ക്ക് ഇങ്ങനെ സെറിബ്രത്തിന്റെ ഫംഗ്ഷൻ ചോദിക്കുമ്പോൾ ഇങ്ങനെ എഴുതുക, എന്നിട്ട് ചിന്തിക്കുക. ചിന്തിക്കാൻ സഹായിക്കുന്നു. ബുദ്ധി വരും, ബുദ്ധിക്കാൻ, അല്ലെങ്കിൽ ബുദ്ധിക്ക് സഹായിക്കുന്നു. ഇനി ഒന്നും കിട്ടില്ലെങ്കിൽ ഒന്നും കൂടി ഓർത്തെടുക്കൂ. ഓർമ്മിക്കാൻ സഹായിക്കുന്നു. ഇനി ഒരു തേങ്ങയും കിട്ടിയില്ല എന്ന് വിചാരിക്കുക. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾ ഇമാജിനേഷൻ എന്തെങ്കിലുമൊക്കെ എഴുതുക, എന്തെങ്കിലുമൊക്കെ തട്ടിവിടുക. ഇമാജിനേഷൻ, ഭാവന, അതിനും ആര് സഹായിക്കുന്നു? സെറിബ്രം സഹായിക്കുന്നു. പിന്നെ ലാസ്റ്റ്, സെൻസറി എക്സ്പീരിയൻസസ്, അതായത് ഇന്ദ്രിയാനുഭവങ്ങൾ ഉളവാക്കാൻ. എന്താ ഇന്ദ്രിയാനുഭവങ്ങൾ? കണ്ണുകൊണ്ട് കാണുന്നു, ചെവി കൊണ്ട് കേൾക്കുന്നു, മൂക്കൊണ്ട് മണക്കുന്നു, നാവ് കൊണ്ട് രുചിക്കുന്നു, തൊട്ടാൽ അറിയുന്നു. ഈ ഇന്ദ്രിയാനുഭവങ്ങൾ സാധ്യമാക്കുന്നത് അല്ലെങ്കിൽ സെൻസറി എക്സ്പീരിയൻസ് ചെയ്യാൻ സഹായിക്കുന്നത് ആരാണ്? സെറിബ്രമാണ്. ഓക്കെ, അപ്പോൾ സെറിബ്രത്തിന് കുറേ ഫങ്ഷൻസ് ഉണ്ട്. ഏതെങ്കിലുമൊക്കെ 2-3 ഫംഗ്ഷൻസ് എന്ത് ചെയ്യുക, ഓർത്തു വെക്കുക. എല്ലാം പഠിച്ചാൽ ഒന്നും കൂടി ബെറ്റർ. ഇനി അടുത്തത് സെറിബെല്ലം. എന്താണ് സെറിബെല്ലത്തിന്റെ ഫംഗ്ഷൻ എന്താണെന്ന് ചോദിച്ചാൽ, മെയിൻറ്റെയിൻ ഇക്വിലിബ്രിയം മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കുന്നു. അതായത് ബോഡിനെ എങ്ങനെ കറക്റ്റ് ബാലൻസ് ചെയ്ത് നിർത്താൻ സഹായിക്കുന്നു. സെറിബെല്ലത്തിന്റെ ഫംഗ്ഷൻ എന്താണെന്ന് ചോദിച്ചാൽ, ശരീര തുലനനില കൈവരിക്കാൻ സഹായിക്കുന്നു. ശരീര തുലനനില കൈവരിക്കാൻ സഹായിക്കുന്നു. ഇതെങ്ങനെ ഓർത്തു വെക്കേണ്ടതെന്ന് ചോദിച്ചാൽ, മലയാളം മീഡിയം നിങ്ങൾ ഇങ്ങനെ ആലോചിക്കാം. സെറിബെല്ലത്തിൽ എന്തുണ്ട്? ലായുണ്ട്. സെറിബെല്ലത്തിൽ എന്തുണ്ട്? ലായുണ്ട്. ശരീര തുലനത്തിലും എന്തുണ്ട്? ലായുണ്ട്. സെറിബെല്ലത്തിലും ലായുണ്ട്, ശരീര തുലനത്തിലും ലായുണ്ട്. രണ്ടിലും ലായുണ്ട്. അങ്ങനെ കണക്ട് ചെയ്യുക. സെറിബെല്ലം ലാ, ശരീര തുലനം ലാ. അപ്പൊ കിട്ടിയില്ലേ? അപ്പൊ സെറിബെല്ലം എന്തിനു സഹായിക്കുന്നു? ശരീരത്തുലനത്തിന് സഹായിക്കുന്നു. ഇനി ഇംഗ്ലീഷ് മീഡിയം ഇത് എന്തിനു സഹായിക്കുന്നു വെച്ചാൽ, മെയിൻറ്റെയിൻ ദ ഇക്വിലിബ്രിയം ഓഫ് ബോഡി, ഇക്വിലിബ്രിയം മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കുന്നു. അപ്പൊ സെറിബെല്ലം എന്നൊക്കെ പറയുമ്പോൾ ബെല്ലോ അല്ലേക്ക, ബെല്ല് സ്കൂളിൽ ബെല്ലടിക്കൂലേ? ഈ സ്കൂളിൽ ബെല്ലടിക്കണതിന്റെ മുമ്പ് എന്തൊക്കെയാലും സ്കൂളിൽ എല്ലാവരും ആകെ പരക്കം പറഞ്ഞ് എല്ലാവരും അവിടെ ഇവിടെ ഇങ്ങനെ എല്ലാവരും ഇങ്ങനെ ഓടിച്ചാടി നടക്കേക്കram. പക്ഷെ ബെല്ലൺ അടിച്ചു കഴിഞ്ഞാൽ എല്ലാവരും ഒരു ഇക്വിലിബ്രിയം സ്റ്റേജിലെത്തും. എല്ലാവരും ക്ലാസ്സിലൊക്കെ കയറിയിട്ട് അച്ചടക്കമായിട്ട് ഒരു സ്ഥലത്ത് ഇങ്ങനെ ഇരിക്കും. അപ്പൊ ഇക്വിലിബ്രിയം കിട്ടി. അതാണ് സെറിബെല്ലം. ബെല്ലടിച്ചാൽ ഇക്വിലിബ്രിയം കിട്ടും. ഇക്വിലിബ്രിയം ഓഫ് ബോഡിന്റെ ഇക്വിലിബ്രിയം സാധ്യമാകും. അതങ്ങനെ ഓർത്ത് വെക്കുക. ഓക്കെ, ഇനി അടുത്തത് തലാമസ്. എന്താണ് പേര്? തലാമസ് എന്തായിട്ട് ആക്ട് ചെയ്യുന്നു ചോദിച്ചാൽ, ആക്ട് ആസ് റിലേ സ്റ്റേഷൻ ആയിട്ട് ആക്ട് ചെയ്യുന്നു. ആൻഡ് പെയിൻ കില്ലേഴ്സ് ആക്ട് ഹിയർ, പെയിൻ കില്ലർ ആയിട്ടും ആക്ട് ചെയ്യുന്നു. അതായത് എന്താണ്, ആവേഗങ്ങളുടെ സന്ദേശങ്ങളുടെ പുനഃപ്രസരണ കേന്ദ്രമായിട്ടും അതുപോലെ തന്നെ വേദനാ സംഹാരിയായും പ്രവർത്തിക്കുന്നു. ഇതെങ്ങനെ ഓർത്ത് വെക്കുന്നു ചോദിച്ചാൽ, മലയാളികൾ നിങ്ങൾക്ക് വളരെ സിമ്പിൾ. ആദ്യം ഇംഗ്ലീഷ് മീഡിയം പറയാം. അതായത് തലാമസ്, തലക്കൊരു അടിയാണ് കിട്ടിയെന്ന് വിചാരിക്കാം. തലക്കൊരു അടിയാണ് കിട്ടിയ റിലാണ് പോകും. ആകെ കിളിങ്ങനെ പറയും, റില പോകും. തലാമസ്, റിലേ സ്റ്റേഷൻ കിട്ടി.
അത്രേ ഉള്ളൂ. തലക്കൊരു അടി കിട്ടിയാൽ റിലേ പോകും. അപ്പോൾ തലാമസ് റിലേ സ്റ്റേഷൻ, റെയിൽവേ സ്റ്റേഷൻ അല്ല, റിലേ സ്റ്റേഷൻ, അത് കിട്ടി. ഇനി തലക്ക് അടി കിട്ടിയാൽ വേദന ഉണ്ടാവില്ലേ? ഉണ്ടാവും. പെയിൻ കില്ലേഴ്സ് ആക്ട് ഹിയർ, വേദനാ സംഹാരിയായി പ്രവർത്തിക്കുന്നു. ഇനി മലയാളികൾ, തലാമസിന്റെ ഫംഗ്ഷൻ പുനഃപ്രസരണ കേന്ദ്രം. പ്രസരണം എന്നൊക്കെ കേൾക്കുമ്പോൾ എന്താ ഓർമ്മ വരേണ്ടത്? പ്രസവം, അതന്നെ എനിക്കും അതന്നെ ഓർമ്മ വരുന്നത്. ഓക്കെ, പ്രസവം കഴിഞ്ഞാൽ എന്ത് കിട്ടും? ഒരു തല കിട്ടും. ഒരു കുട്ടിനെ കിട്ടൂലേ? ഓക്കെ, അപ്പൊ പ്രസവം കഴിഞ്ഞാൽ തല കിട്ടും. അപ്പൊ പുനഃപ്രസരണ കേന്ദ്രം തലാമസ്. പിന്നെ പ്രസവിക്കുമ്പോൾ നല്ല വേദന ഉണ്ടാവുമല്ലോ, അല്ലാതെ സിമ്പിൾ പ്രോസസ് അല്ലല്ലോ. ഓക്കെ, അപ്പൊ വേദനാ സംഹാരിയായി പ്രവർത്തിക്കുന്ന ഇടം. ഓക്കെ, അപ്പൊ പ്രസവിക്കുമ്പോൾ തല കിട്ടും. അപ്പൊ പ്രസരണ കേന്ദ്രം തലാമസ് എന്തായി പ്രവർത്തിക്കുന്നു? പ്രസരണ കേന്ദ്രമായി പ്രവർത്തിക്കുന്നു. പിന്നെ എന്ത് കിട്ടും? എന്തുണ്ടാവും? വേദന ഉണ്ടാവും. അപ്പൊ വേദനാ സംഹാരിയായി പ്രവർത്തിക്കുന്നു. അത് കിട്ടി. ഇനി അടുത്തത് ഹൈപ്പോതലാമസിന്റെ ഫംഗ്ഷൻ എന്താണെന്ന് ചോദിച്ചാൽ ഹോമിയോസ്റ്റാസിസിനെ സഹായിക്കുന്നു. എങ്ങനെ ഹോമിയോസ്റ്റാസിനെ സഹായിക്കാന്ന് ചോദിച്ചാൽ ബൈ റെഗുലേറ്റിംഗ് ബോഡി ടെമ്പറേച്ചർ, ഹങ്കർ, തേഴ്സ്റ്റ് ആൻഡ് ഇമോഷൻസ്. നമ്മളെ ഇമോഷൻസും തേഴ്സ്റ്റും ഹങ്കറും അതുപോലെ തന്നെ നമ്മളെ ബോഡി ടെമ്പറേച്ചറൊക്കെ കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ട് നമുക്കൊരു സുസ്ഥിതി, ഒരു ഇക്വിലിബ്രിയം, ഒരു സംഭവം സെറ്റ് ചെയ്ത് തരും. അതാണ് ഹോമിയോസ്റ്റാസിസ്. എന്താണ് ഹോമിയോസ്റ്റാസിസ്? മലയാളത്തിൽ അതിന് ആന്തര സമസ്ഥിതി പാലനം എന്ന് പറയുന്നു. ഓക്കെ, ആന്തര സമസ്ഥിതി പാലനത്തിന് സഹായിക്കുന്നതാണ് ഹൈപ്പോതലാമസ് ആണ്, അഥവാ ഹോമിയോസ്റ്റാസിസിന് സഹായിക്കുന്നതാണ് ഹൈപ്പോതലാമസ് ആണ്. അപ്പൊ ഇംഗ്ലീഷ് മീഡിയം നിങ്ങൾ എങ്ങനെ ആലോചിക്കുക? ഹൈപ്പോതലാമസിൽ എച്ച് ഉണ്ട്. ഹൈപ്പോതലാമസിൽ എന്തുണ്ട്? എച്ച് ഉണ്ട്. ഹോമിയോസ്റ്റാസിസിലും എന്തുണ്ട്? എച്ച് ഉണ്ട്. അങ്ങനെ കണക്ട് ചെയ്യുക. ഹൈപ്പോതലാമസ് ഇസ് ഈക്വൽ ടു ഹോമിയോസ്റ്റാസിസ്. ഓക്കെ, ഇനി മലയാളികൾ എന്ത് ചെയ്യുക? സാധാ പോലെ തന്നെ പഠിക്കുക. ആന്തര സമസ്ഥിതി പാലനം. ആന്തര സമസ്ഥിതി പാലനത്തിന് ആര് സഹായിക്കുന്നു? ഹൈപ്പോതലാമസ് സഹായിക്കുന്നു. പിന്നെ ശരീരോഷ്മാവ്, വിശപ്പ്, ദാഹം, വികാരം, ഇതൊക്കെ കൺട്രോൾ ചെയ്യുന്നത് ആരാണ്? ഹൈപ്പോതലാമസ്. അപ്പൊ ഹൈപ്പോതലാമസ് ഇല്ലെങ്കിൽ നമുക്ക് ഇമോഷൻസ് ഉണ്ടാവില്ല, വിശപ്പ് ഉണ്ടാവില്ല, ദാഹം ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല, പ്രശ്നമാണ്. അപ്പൊ ഹൈപ്പോതലാമസ് സംഭവമാണ്. ഓക്കെ, ഇനി അടുത്ത ഭാഗമാണ് ബ്രെയിൻ സ്റ്റെം. ബ്രെയിൻ സ്റ്റെമ്മിന് 3 ഭാഗങ്ങളാണ്. 1 മിഡ് ബ്രെയിന്, 2 പോൺസ്, 3 മെഡുല്ല ഒബ്ലാങ്കേറ്റ. ഏതാ പേരില്ലേ? നല്ല പേര്. ഓക്കെ, അപ്പൊ മിഡ് ബ്രെയിന്, പോൺസ്, മെഡുല്ല ഒബ്ലാങ്കേറ്റ. അതിൽ ആദ്യത്തേത് എന്താണ്? മിഡ് ബ്രെയിൻ ആണ്. മിഡ് ബ്രെയിൻ്റെ പണി എന്താണെന്ന് ചോദിച്ചാൽ പ്രൈമർലി അസസ് മെസ്സേജസ് റിഗാർഡിംഗ് വിഷൻ ആൻഡ് ഹിയറിംഗ്. അതായത് കാഴ്ച, കേൾവി എന്നിവയുമായി ബന്ധപ്പെട്ട പ്രാഥമികമായിട്ടുള്ള വിലയിരുത്തലാണ് ആര് ചെയ്യുന്നത്? മിഡ് ബ്രെയിൻ ചെയ്യുന്നത്. കാഴ്ച, കേൾവി എന്നിവയുമായി ബന്ധപ്പെട്ട പ്രാഥമികമായിട്ടുള്ള കാര്യങ്ങൾ വിലയിരുത്തുന്ന ആളാണ് ആര്? മിഡ് ബ്രെയിൻ. അതായത് നമ്മൾ കാഴ്ചക്കും കേൾവിക്കും ഒക്കെ സഹായിക്കുന്നത് ആരാണ്? സെറിബ്രമാണ്. പക്ഷെ സെറിബ്രമാണ് ഫൈനലായിട്ട് എന്ത് ചെയ്യുക? എല്ലാം കൺട്രോൾ ചെയ്യുക. പക്ഷെ പ്രാഥമികമായിട്ട്, അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു മനുഷ്യൻ സൗണ്ട് ഉണ്ടാക്കി, അപ്പോൾ അതൊരു മനുഷ്യൻ്റെ സൗണ്ടാണ്, അതൊരു പട്ടിയുടെ സൗണ്ട് അല്ല എന്ന് പറഞ്ഞിരുന്നത് ആരാണ്? മിഡ് ബ്രെയിൻ ആണ്. എന്നിട്ട് അത് ഇന്ന മനുഷ്യൻ്റെ സൗണ്ടാണ് എന്ന് പറഞ്ഞിരുന്നത് ആരാണ്? അത് സെറിബ്രമാണ്. ഓക്കെ, ഇനിയിപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ലൈക്ക് നമ്മൾ ഒരു പട്ടിക്കുട്ടിയെ കണ്ടു. ഓക്കെ, ഇതൊരു പട്ടിക്കുട്ടിയാണ് എന്ന് പറഞ്ഞിരുന്നത് ആരായിരിക്കും? മിഡ് ബ്രെയിൻ ആയിരിക്കും. പക്ഷേ അത് ഇന്നയാളുടെ ഇന്ന പട്ടിക്കുട്ടിയാണ് എന്ന് പറഞ്ഞിരുന്നത് ആരായിരിക്കും? മേ ബി സെറിബ്രം ആയിരിക്കാം. അത്തരത്തിൽ പ്രാഥമികമായിട്ടുള്ള വിലയിരുത്തൽ, സന്ദേശങ്ങളുടെ പ്രാഥമിക വിലയിരുത്തൽ ഡീൽ ചെയ്യുന്ന ആളാണ് ആര്? മിഡ് ബ്രെയിൻ. ഓക്കെ, പ്രൈമർലി അസസ് മെസ്സേജസ് റിഗാർഡിംഗ് വിഷൻ ആൻഡ് ഹിയറിംഗ്. ഇത് കാഴ്ചയും കേൾവിയുമായി ബന്ധപ്പെട്ട മെസ്സേജസ് എന്ത് ചെയ്യുള്ളൂ? ഇത്തരത്തിൽ ചെക്ക് ചെയ്യുള്ളൂ. ഓക്കെ, ഇനി രണ്ടാമത്തെ എ റോൾ ഇൻ ദ മൂവ്മെന്റ് ഓഫ് ഐസ് ആൻഡ് ഐബ്രോസ്. അതായത് ഐയുടെയും ഐബ്രോസിൻ്റെയും കണ്ണിൻ്റെയും കണ്ണിലെ പിരികങ്ങളുടെയും കണ്ണിൻ്റെ പുരികം കണ്ണിൻ്റെയും കണ്ണിലെ പുരികങ്ങളുടെയും ചലനത്തിന് ആര് സഹായിക്കും? ഈ മിഡ് ബ്രെയിന് സഹായിക്കും. ഓക്കെ, അതും ജസ്റ്റ് ഒന്ന് പഠിച്ചു വെക്കാം. ഇനി അടുത്തത് പോൺസ്. ഓക്കെ, പോൺസ് എന്തിനാ സഹായിക്കുന്നത് ചോദിച്ചാൽ കോർഡിനേറ്റ് ദ മസ്കുലാർ ആക്ടിവിറ്റീസ് ഓഫ് ഐ ആൻഡ് ഫേസ്. ഐയിലെയും ഫേസിലെയും, കണ്ണിലെയും അതുപോലെ തന്നെ മുഖത്തുമുള്ള പേശികളുടെ പ്രവർത്തനത്തെ എന്ത് ചെയ്യുന്നു? ഏകോപിപ്പിക്കുന്നു. കണ്ണിലെയും അതുപോലെ തന്നെ ഫേസിലെയും ഒരുപാട് മസിൽസ് ഉണ്ട്, ഒരുപാട് പേശികൾ. ആ പേശികളുടെ ആക്ടിവിറ്റി, മസ്കുലാർ ആക്ടിവിറ്റി എന്ത് ചെയ്യുന്നു? കോർഡിനേറ്റ് ചെയ്യുന്നു. കണ്ണിലും മുഖത്തുമുള്ള പേശി പ്രവർത്തനം എന്ത് ചെയ്യുന്നു? ഏകോപിപ്പിക്കുന്നു. ഇതാണ് എന്ത്? പോൺസ്. ഇതിങ്ങനെ സിമ്പിളായിട്ട് ആലോചിക്കുക. പോൺസ് അറിയാലോ, അശ്ലീലമായിട്ടുള്ള വീഡിയോകളും ചിത്രങ്ങളാണ് എന്ത് പോൺസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് അറിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഈ അശ്ലീലമായിട്ടുള്ള വീഡിയോസ് കാണാൻ പറ്റുമോ? പറ്റൂല. നെഹി. ഓക്കെ, നോട്ട് പറ്റൽ. പക്ഷെ അതിങ്ങനെ കണ്ടു കഴിഞ്ഞാൽ നമ്മളെ മുഖം കണ്ണൊക്കെ ചുളിക്കും. ആ പ്രശ്നമാണ്, അത് കാണരുത്. ഓക്കെ, കണ്ണും മുഖമൊക്കെ ഒരു സം കൈൻഡ് ഓഫ് ഇറിറ്റേഷൻ വരും. അപ്പോൾ അപ്പോൾ അങ്ങനെ ആലോചിച്ചാൽ മതി. അപ്പോൾ അശ്ലീലമായിട്ടുള്ളതൊന്നും കാണരുത്. അപ്പോൾ പോൺസിൻ്റെ ഫംഗ്ഷൻ, കാരണം എന്താ? അങ്ങനത്തെ കണ്ടു കഴിഞ്ഞാൽ കണ്ണിലെയും പേശികളൊന്നും എന്തില്ല, കണ്ണിലും മുഖത്തൊക്കെ ഒരു സം കൈൻഡ് ഓഫ് ഒരു ഇറിറ്റേഷൻ വരും. ഓക്കെ, അപ്പോൾ അതാണ് ഇവിടെ കിട്ടേണ്ടത്. പോൺസ് കണ്ണിലും മുഖത്തുമുള്ള പേശി പ്രവർത്തനം എന്ത് ചെയ്യുന്നു? ഏകോപിപ്പിക്കുന്നു. ഓക്കെ, കോർഡിനേറ്റ് ദ മസ്കുലാർ ആക്ടിവിറ്റീസ് ഓഫ് ഐസ് ആൻഡ് ഫേസ്. പിന്നെ അതുപോലെ തന്നെ റെഗുലേറ്റ് ദ റേറ്റ് ഓഫ് വെന്റിലേഷൻ. ശ്വാസോച്ഛ്വാസ നിരക്കിനെ നിയന്ത്രിക്കുന്നു. അതായത് ശ്വാസോച്ഛ്വാസത്തെ കൺട്രോൾ ചെയ്യല്ല, ശ്വാസോച്ഛ്വാസത്തിൻ്റെ നിരക്ക്, റേറ്റ് എന്ത് ചെയ്യുക? കൺട്രോൾ ചെയ്യാം. ഇപ്പോൾ ലൈക്ക് നിങ്ങൾ വെറുതെ ഇരിക്കുമ്പോൾ ശ്വസിക്കുന്നതിൻ്റെ അളവും നിങ്ങളൊരു 10 കിലോമീറ്റർ ഓടി വന്നിട്ട് ശ്വസിക്കുന്നതിൻ്റെ അളവും അത് രണ്ടും രണ്ടായിരിക്കും. അപ്പോൾ ആ രണ്ട് സമയത്തെയും റേറ്റ് കൺട്രോൾ ചെയ്യുന്നത് ആരാണ്?
പോൺസ് ആണ്. അതാണ് പോൺസ്. അതും ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. ഓക്കെ, ഇനി ലാസ്റ്റ് മെഡുല്ല ഒബ്ലാങ്കേറ്റ. മണ്ണാങ്കട്ടയല്ല, ഒബ്ലാങ്കേറ്റ. ഒബ്ലാങ്കേറ്റിന്റെ പരിപാടി എന്താണെന്ന് ചോദിച്ചാൽ, ഒബ്ലാങ്കേറ്റ് എവിടെയെന്ന് എല്ലാവർക്കും അറിയാലോ. ഇതാ ഈ ഒരു ഭാഗത്താണ് ആരുള്ളത്, ഒബ്ലാങ്കേറ്റ് ഉള്ളത്. അപ്പൊ ഇങ്ങോട്ട് അടിക്കാൻ പറ്റൂല എന്ന് നമ്മൾ എപ്പോഴും പറയലുണ്ട്. കാരണം ഇങ്ങോട്ട് അടിച്ചാൽ പെട്ടെന്ന് മരിച്ചു പോകും. കാരണം എന്താ, ഈ മെഡുല്ല ഒബ്ലാങ്കേറ്റാണ് എന്ത് കൺട്രോൾ ചെയ്യുന്നത്, ഹാർട്ട് ബീറ്റ് കൺട്രോൾ ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ വെന്റിലേഷൻ, ശ്വാസോച്ഛ്വാസം കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ ശ്വാസോച്ഛ്വാസം നേരത്തെ പറഞ്ഞല്ലോ, എടാ അത് ശ്വാസോച്ഛ്വാസത്തിന്റെ റേറ്റ് ആണ്. പക്ഷെ വെന്റിലേഷൻ, ശ്വാസോച്ഛ്വാസം എന്ന് പറയുന്ന പരിപാടി കൺട്രോൾ ചെയ്യുന്നത് ആരാണ്, മെഡുല്ല ഒബ്ലാങ്കേറ്റ് ആണ്. അതുപോലെ തന്നെ ഹൃദയസ്പന്ദനം കൺട്രോൾ ചെയ്യുന്നത് ആരാണ്, മെഡുല്ല ഒബ്ലാങ്കേറ്റ് ആണ്. അത്തരത്തിൽ നമ്മളെ കൺട്രോൾ അല്ലാത്ത പരിപാടികളൊക്കെ കൺട്രോൾ ചെയ്യുന്നത് ആരാണ്, മെഡുല്ല ഒബ്ലാങ്കേറ്റ ആണ്. അതായത് ഇൻവോളണ്ടറി മൂവ്മെന്റ്സ്, അനൈച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നത് ആരാണ്, മെഡുല്ല ഒബ്ലാങ്കേറ്റ ആണ്. അനൈച്ഛിക പ്രവർത്തനം നമ്മളെ കൺട്രോളില്ല. ഇപ്പൊ ഹൃദയം ഇടിക്കുന്നത് നമ്മൾ പറഞ്ഞിട്ടാണോ, നമ്മൾ പറയാണ് ഹൃദയമേ ഒരു 5 മിനിറ്റ് റെസ്റ്റ് എടുത്തോളൂ, അങ്ങനെ പറ്റുമോ, ഇല്ല. അപ്പൊ കാലാകാലം റെസ്റ്റ് ആക്കാരം. ഓക്കെ, അങ്ങനെ പറ്റില്ല. അല്ലെങ്കിൽ നമ്മൾ പറയണേ ഇനിയിപ്പോൾ ഒന്ന് ശ്വാസം എടുക്കണ്ട, ഒരു 10 മിനിറ്റ് ശ്വാസം എടുക്കാതിരിക്കാം, അങ്ങനെ പറയാൻ പറ്റുമോ, ഇല്ല. അതങ്ങനെ എടുത്തോണ്ടിരിക്കും. നമ്മൾ കടന്നുറങ്ങുമ്പോഴൊക്കെ നമ്മൾ പറഞ്ഞിട്ടാണോ ശ്വാസം എടുക്കുന്നത്, അല്ല. അതങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. നമ്മൾ കടന്നുറങ്ങുമ്പോൾ നമ്മൾ പറഞ്ഞിട്ടാണോ ഹൃദയം പിടിക്കുന്നത്, അല്ല. ഇനി നമ്മൾ വെറുതെ ഇരിക്കും, ഇപ്പോൾ ഞങ്ങൾക്ക് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്, ഇപ്പോൾ ഞാൻ പറഞ്ഞിട്ടാണോ എൻ്റെ ഹൃദയം പിടിക്കുന്നത്, അല്ല. അതങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. അത്തരത്തിൽ നമ്മളെ കൺട്രോൾ അല്ലാത്ത പരിപാടികളാണ് എന്ത്, ഇൻവോളണ്ടറി മൂവ്മെന്റ്സ്. ഇനി അതിന് വേറെ ഉദാഹരണങ്ങളുണ്ട്. ദ വോമിറ്റിംഗ്, ഛർദി നമ്മൾ പറയുമ്പോഴാണ് ഛർദിക്കുക, നമ്മൾ പറയണേ ഇപ്പൊ ഛർദിക്കണ്ടെന്ന് പറയാണ്ട്, അങ്ങനെ പറ്റുമോ, ഇല്ല. അതും വരും, അറിയാണ്ട് വരും. ഓക്കെ, അതുപോലെ തന്നെ കഫ്, സ്നീസിങ്, ചുമയും തുമ്മലൊക്കെ നമ്മൾ പറഞ്ഞിട്ടാണോ, തുമ്മുമ്പോൾ എന്ത് ചെയ്യാം, പകുതി വെച്ചിട്ട് ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാം, എന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് ബാക്കി അങ്ങനെ പറയാൻ പറ്റുമോ, ഇല്ല. അത് സ്പോട്ടിൽ പരിപാടി നടക്കും. ഛർദിയൊക്കെ നമുക്ക് പകുതി വെച്ച് നിർത്താൻ പറ്റുമോ, അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യുക, ഛർദി പകുതി എത്തിയിട്ടാ വായിലെത്തി കഴിഞ്ഞാൽ അവിടെ സ്റ്റോപ്പ് ചെയ്യാം, എന്നിട്ട് എന്ത് ചെയ്യുക, കുറച്ചു കഴിഞ്ഞിട്ട് തുപ്പി ഒഴിവാക്കുക, അങ്ങനെ പറ്റില്ലല്ലോ. അതൊന്നും പോസിബിൾ അല്ല. അപ്പൊ അത്തരത്തിലുള്ള ഇൻവോളണ്ടറി മൂവ്മെന്റ്സ്, അനൈച്ഛിക ചലനങ്ങൾ, ചുമ, തുമ്മല്, ഛർദി, ഹൃദയസ്പന്ദനം, ശ്വാസോച്ഛ്വാസം തുടങ്ങിയ അനൈച്ഛിക ചലനങ്ങൾ മൊത്തം നിയന്ത്രിക്കുന്നത് ആരാണ്, മെഡുല്ല ഒബ്ലാങ്കേറ്റയാണ്. ഓക്കെ, അപ്പൊ ഐച്ഛിക ചലനങ്ങൾ നിയന്ത്രിക്കുന്നത് സെറിബ്രവും, അനൈച്ഛിക ചലനങ്ങൾ നിയന്ത്രിക്കുന്നത് മെഡുല്ല ഒബ്ലാങ്കേറ്റയുമാണ്. പിന്നെ കണ്ണിലും മുഖത്തുമുള്ള പേശികൾ മൂവ്മെന്റ്സ് നിയന്ത്രിക്കുന്നത് ആരാണ്, പോൺസ് ആണ്. ആദ്യമായിട്ട് നമ്മളെ കാഴ്ച, കേൾവി എന്നിവയുമായി ബന്ധപ്പെട്ട പ്രാഥമിക സന്ദേശങ്ങൾ വിലയിരുത്തുന്നവരാണ് മിഡ് ബ്രെയിൻ ആണ്. ഹൈപ്പോതലാമസിൽ എച്ചുണ്ട്, ഹോമിയോസ്റ്റാസിൽ എച്ചുണ്ട്. അപ്പോൾ ഹോമിയോസ്റ്റാസിസ് കൺട്രോൾ ചെയ്യുന്നവരാണ് ഹൈപ്പോതലാമസ് ആണ്. പിന്നെ തലാമസ്, തലക്കടി കിട്ടിയാൽ റിലേ പോകും. അപ്പോൾ തലാമസ് എന്ത് സ്റ്റേഷൻ, റിലേ സ്റ്റേഷൻ. പിന്നെ എന്തായിട്ട് ആക്ട് ചെയ്യുന്നു, പെയിൻ കില്ലറായിട്ട് ആക്ട് ചെയ്യുന്നു. പിന്നെ സെറിബെല്ലം ബെല്ലടിച്ചാൽ ഇക്വിലിബ്രിയം കിട്ടും. അപ്പോൾ ഇക്വിലിബ്രിയം ഓഫ് ബോഡിയുടെ ഇക്വിലിബ്രിയം മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കുന്നു. പിന്നെ സെറിബ്രത്തിന് ഒരുപാട് ഫംഗ്ഷൻസ് ഉണ്ട്. തോട്ട് ഇന്റലിജൻസ്, മെമ്മറി, ഇമാജിനേഷൻ, ഇവോക്ക് സെൻസറി എക്സ്പീരിയൻസസ് അല്ലെങ്കിൽ ഇന്ദ്രിയാനുഭവങ്ങൾ സാധ്യമാക്കുന്നതൊക്കെ ആരാണ്, സെറിബ്രമാണ്. പ്രശ്നങ്ങൾ പരിഹരിക്കാനും പ്ലാൻ ചെയ്യാനും അതുപോലെ തന്നെ വോളണ്ടറി മൂവ്മെന്റ്സ് ഒക്കെ കൺട്രോൾ ചെയ്യുന്നത് ആരാണ്, സെറിബ്രമാണ്. അപ്പോൾ എല്ലാ പോയിന്റ്സും കിട്ടിയാലോ. ഇനി എന്ത് ചെയ്യാന്നറിയോ, ഇത് ജസ്റ്റ് ഒന്നും കൂടി നിങ്ങൾ റീകോൾ ചെയ്തിട്ട് ഒന്നും കൂടി ഇങ്ങനെ ഇത് ജസ്റ്റ് ഒന്ന് റീകോൾ ചെയ്ത് നോക്കി. അപ്പോൾ നമുക്കത് സൂപ്പറായിട്ട് ഓർമ്മ കിട്ടും. ഓക്കെ, അപ്പോൾ അടിപൊളിയായിട്ട് പഠിക്കുക, സൂപ്പറായിട്ട് പഠിക്കുക. ഇനി ഞാൻ ജസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ തരാം. ആ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ത് ചെയ്യുക, നിങ്ങളൊന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്യാം. അതായത് തലാമസിൻ്റെ ഫംഗ്ഷൻ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യും. തലാമസിൻ്റെ ഫംഗ്ഷൻ ഓക്കെ, എന്ത് സ്റ്റേഷനായിട്ട് ആക്ട് ചെയ്യുന്നു അല്ലെങ്കിൽ എന്ത് പ്രസരണ കേന്ദ്രമായിട്ട് ആക്ട് ചെയ്യുന്നു, ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സോ അടിപൊളിയായിട്ട് പഠിക്കുക. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾ SSLCൻ്റെ സ്റ്റഡി മെറ്റീരിയൽസ്, ഈ വർഷത്തെ സ്റ്റഡി മെറ്റീരിയൽസ് കിട്ടണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, ഈ ഒരു QR വെച്ചിട്ട് സ്കാൻ ചെയ്തിട്ട് എന്ത് ചെയ്യുക, ഇംഗ്ലീഷ് മീഡിയം മലയാളം മീഡിയം ഉണ്ട്, ഈ QR വെച്ച് സ്കാൻ ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് ഓർഡർ ചെയ്യാൻ പറ്റും. പിന്നെ കുറച്ച് ദിവസം കൊണ്ട് എന്ത് ചെയ്യും, നിങ്ങളുടെ വീട്ടിലേക്ക് അത് എത്തും. ഓക്കെ, പോസ്റ്റ് വഴി എത്തും. അപ്പോൾ ഉഷാറായിട്ട് പഠിക്കുക, അടിപൊളിയായിട്ട് പഠിക്കുക. അപ്പോൾ സീ യു സൂൺ. ഇത് നിങ്ങളുടെ സ്വന്തം അറക്കൽ. ഗുഡ് ബൈ.